തദ്ദേശ തെരഞ്ഞെടുപ്പിനിടെ കരിമം വാർഡിൽ സംഘർഷം. പോലീസ് എത്തി സ്ഥിതി ശാന്തമാക്കാൻ ശ്രമിക്കുകയാണ്. ഹരിമോഹൻ വിവരങ്ങളുമായി. ഹരിമോഹൻ, തിരുവനന്തപുരത്ത് കരിമം വാർഡിൽ എന്താണ് ഇപ്പോൾ ഈ സംഘർഷത്തിന് കാരണം? സ്മൃതി, നമ്മളിപ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, കരുമം വാർഡിലെ ഗവൺമെന്റ് UP സ്കൂളിലുള്ള ബൂത്തുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങളാണ്. അതായത് ചിഹ്നം വെച്ച വാഹനം ബൂത്തിലേക്ക് കടക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. നിയമപരമായി അതിന് സാധിക്കില്ല. കാരണം ചിഹ്നം വെച്ച ഒരു പാർട്ടിയുടെയും വാഹനങ്ങൾ അല്ലെങ്കിൽ ചിഹ്നവുമായി ബന്ധപ്പെട്ട ഒന്നും തന്നെ ഈ ബൂത്തിനകത്തേക്ക് കയറാൻ പാടുള്ളതല്ല. പക്ഷേ BJP പ്രവർത്തകർ ചിഹ്നവും വെച്ചുള്ള വാഹനവുമായി ബൂത്തിനകത്തേക്ക് കടന്നതാണ് ഇത് ഈ പ്രശ്നത്തിനെല്ലാം തുടക്കം. തുടർന്നാണ് പോലീസ് എത്തിക്കൊണ്ട് സ്ഥിതി ശാന്തമാക്കാൻ വേണ്ടി ശ്രമിച്ചത്. പക്ഷേ പോലീസിന് നേരെയും കയ്യാങ്കളിയുണ്ടായി. അതായത് പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടലിലേക്ക് വരെ എത്തി എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. നേരത്തെ SI അടക്കമുള്ള ഉദ്യോഗസ്ഥർക്ക് ശാരീരിക അസ്വാസ്ഥ്യം വരെ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. ഇപ്പോൾ ഏറെക്കുറെ സ്ഥിതി ശാന്തമാക്കിയിട്ടുണ്ട്. പക്ഷേ പ്രവർത്തകർ ഇപ്പോഴും പോകാതെ പല സ്ഥലങ്ങളിലായി നിൽക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ കൂടുതൽ പോലീസ് സേന ഇങ്ങോട്ടേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. ഏറെ നേരം ആ സംഘർഷം നിലനിന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പലതവണയായി പറഞ്ഞിരുന്നു അത്തരത്തിൽ വാഹനങ്ങളോ അല്ലെങ്കിൽ ചിഹ്നം ഉള്ള ഒരു കാര്യങ്ങളും ഈ ബൂത്ത് നിലനിൽക്കുന്ന സ്കൂളിനകത്തേക്ക് ആ കവാടത്തിനുള്ളിലേക്ക് പോലും കയറാൻ പാടില്ല. പ്രത്യേകിച്ച് 100 മീറ്റർ ചുറ്റളവിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, പോസ്റ്ററുകൾ, കൊടിതോരണങ്ങൾ ഒന്നും തന്നെ പാടുള്ളതല്ല. പക്ഷെ വാഹനം വരെ ബൂത്തിന് സമീപത്തേക്ക് കൊണ്ടുവരുന്ന ഒരു നിലയുണ്ടായി. പ്രവർത്തകർ അങ്ങനെയാണ് ഈ സ്ഥിതി വലിയ രീതിയിൽ പ്രശ്നത്തിലായത്. അങ്ങനെയാണ് പോലീസ് ഇടപെടുകയും ഇവരോട് തിരിച്ചു പോകാൻ പറയുകയും ചെയ്ത് അതാണ് പിന്നീട് വലിയൊരു സംഘർഷത്തിലേക്ക് എത്തിയതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറെ നേരം ആ സംഘർഷം നിലനിൽക്കുകയും പോലീസുകാർക്കടക്കം പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ നിലവിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പ്രവർത്തകർ ബലം പ്രയോഗിച്ച് പിടിച്ചു മാറ്റാൻ ശ്രമിച്ചെങ്കിൽ പോലും അവർ ആദ്യം അതിന് തയ്യാറായില്ല. തുടർന്നാണ് വലിയൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയതെന്ന് മനസ്സിലാക്കുന്നു. ഇത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ കരുമം ഡിവിഷനാണ്. കരുമം ഡിവിഷനിൽ വരുന്ന വാർഡാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ ഇപ്പോൾ ആദ്യമായിട്ടാണ്, ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് തുടങ്ങി, പോളിംഗ് തുടങ്ങി, ആദ്യമായിട്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു ഡിവിഷനിൽ ഇത്തരത്തിലൊരു ഏറ്റുമുട്ടൽ, ഒരു സംഘർഷം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. കരുമം ഡിവിഷനിലാണ് ഇപ്പോൾ സംഘർഷം തുടരുന്നത്. പോലീസ് ശാന്തമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്.